ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. സമീക്ഷണം ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനെടുത്തിരിക്കുന്നത് ഒരു ശാന്തിപാഠമാണ്. ശാന്തി മന്ത്രം എന്നും ഇതിന് പറയും. ശാന്തിപാഠം ഉപനിഷത്ത് പഠനം ആരംഭിക്കുമ്പോൾ ശിഷ്യന്മാരും ഗുരുവും ചേർന്ന് ചൊല്ലുന്നതും ആ ഉപനിഷത്ത് ക്ലാസ് അവസാനിക്കുമ്പോൾ അതുപോലെ തന്നെ ശിഷ്യന്മാരും ഗുരുവും ചേർന്ന് ചൊല്ലുന്നതുമായ മന്ത്രങ്ങളാണ്. ഇന്നിവിടെ എടുക്കുന്നത് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന്തി. ഈ ശാന്തിപാഠമാണ് അഥവാ ഈ ശാന്തി മന്ത്രമാണ്. ഈ ശാന്തി മന്ത്രം ഈശോവാസ്യ ഉപനിഷത്ത്, ബൃഹദാരണ്യക ഉപനിഷത്ത് തുടങ്ങിയ ഉപനിഷത്തുകളുടെ ഭാഗമായിട്ട് കാണാൻ കഴിയുകയുള്ളൂ. ഈ ഉപനിഷത്ത് ശാന്തിപാഠത്തിൻ്റെ ഒരു പ്രത്യേകത, ഏത് ഉപനിഷത്തും ശാന്തിപാഠത്തോട് ആണ് ആരംഭിക്കേണ്ടത് അല്ലെ അവസാനിപ്പിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ ശാന്തിപാഠത്തിൽ ഭേദമുണ്ട് അല്ലെ വ്യത്യാസമുണ്ട് ഓരോ ഉപനിഷത്തുകളിലും. ആ വ്യത്യാസത്തിൻ്റെ ക്രമം അതേത് വേദത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഉപനിഷത്താണ് എന്നതനുസരിച്ചിരിക്കും. ഇപ്പോൾ ഋഗ്വേദത്തിൻ്റെ ഭാഗമായി വരുന്ന ഉപനിഷത്തുകളാണെങ്കിൽ പ്രധാനമായിട്ട് ഐതരേയ ഉപനിഷത്ത്, കൗശീതകി ഉപനിഷത്ത് തുടങ്ങിയ ഉപനിഷത്തുകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ ഉപനിഷത്തുകളിൽ ശാന്തിപാഠം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓം വാങ്മേ മനസ്സി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിത എന്ന് തുടങ്ങുന്ന ശാന്തിപാഠമാണ്. അത് ഇങ്ങനെ യജുർവേദത്തിലേക്ക് വന്നാൽ യജുർവേദത്തിന് 2 പിരിവുകളുണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് ശുക്ല യജുർവേദം, മറ്റൊന്ന് കൃഷ്ണ യജുർവേദം. അതിൽ ശുക്ല യജുർവേദത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രധാന ഉപനിഷത്തുകൾ ഈശോവാസ്യ ഉപനിഷത്ത്, ബൃഹദാരണ്യക ഉപനിഷത്ത് തുടങ്ങിയവയാണ്. ഇതിൽ വരുന്നതാണ് ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ എന്ന ശാന്തിപാഠം. ഇപ്പോൾ ചൊല്ലിയ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത് ആ ശാന്തിപാഠമാണ് എന്ന് പറഞ്ഞല്ലോ. ഇനി അത് കൃഷ്ണ യജുർവേദത്തിലേക്ക് മാറുമ്പോഴോ അവിടുത്തെ പ്രധാന ഉപനിഷത്ത് ഒരെണ്ണം കഠോപനിഷത്താണ്. ഈ കഠോപനിഷത്തിൽ നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഓം സഹനാവവതു സഹനൗ പുനക്തു സഹവീര്യം കരവാവഹൈ എന്ന് തുടങ്ങുന്ന ശാന്തിപാഠമാണ്. ഇനി സാമവേദത്തിലേക്ക് നോക്കാം. സാമവേദത്തിൻ്റെ ഭാഗമായി വരുന്ന പ്രധാന ഉപനിഷത്ത് 2 കേനോപനിഷത്ത്, ചാന്തോക്യ ഉപനിഷത്ത് ഇവയാണ്. ഈ 2 ഉപനിഷത്തിലും നമ്മൾ കാണുന്നത് ഓം ആപ്യായന്തു മമാങ്കാനി വാക് പ്രാണചക്ഷു ശ്രോത്രം അധോ എന്ന് തുടങ്ങുന്ന ഒരു ശാന്തിപാഠമാണ്. അത് തന്നെ അഥർവവേദത്തിൽ വരുമ്പോൾ മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യ ഉപനിഷത്ത് തുടങ്ങിയ പ്രധാന ഉപനിഷത്തുകളൊക്കെ ദശോപനിഷത്തുകളുടെ ഭാഗമായിട്ടുള്ളതാണ്. ഇതൊക്കെ അഥർവവേദത്തിൻ്റെ ഭാഗമാണ്. അത് തുടങ്ങുന്ന എങ്ങനെയാണ്? ഓം ഭദ്രം കർണേഭി ശൃണിയാമദേവ ഭദ്രം പശ്യേമ എന്ന് തുടങ്ങുന്ന ശാന്തിപാഠത്തോടു കൂടിയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി കാണും, ഓരോ വേദത്തിൻ്റെയും ഭാഗമായി വരുന്ന ഉപനിഷത്ത് നമുക്ക് തിരിച്ചറിയാൻ എളുപ്പം ഈ ഉപനിഷത്തുകളുടെ ശാന്തിപാഠം ഏതെന്ന് പരിശോധിച്ചാൽ മതി, അല്ലെങ്കിൽ അറിഞ്ഞാൽ മതി. ഇപ്പം ഓം പൂർണ്ണമദ പൂർണ്ണമിദം എന്ന് തുടങ്ങുന്ന ഇപ്പം ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന ശാന്തിപാഠം കാണുന്ന ഉപനിഷത്തുകൾ ഒക്കെ നിങ്ങൾ വിചാരിച്ചോണം ശുക്ല യജുർവേദത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ്. അതിന് അപവാദമായി നമുക്ക് അങ്ങനെ കണ്ടെത്താൻ വേറെ ഇല്ല. ബൃഹദാരണ്യക ഉപനിഷത്തും ഈശോവാസ്യ ഉപനിഷത്തും. അതിൽ ബൃഹദാരണ്യക ഉപനിഷത്തിലാണെങ്കിൽ ഈ ശാന്തിപാഠത്തെക്കുറിച്ചുള്ള വിശകലനം തന്നെ പ്രത്യേകം ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ ശാന്തിപാഠത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. അത് ലഘുവായി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എങ്ങനെയാണ് അത് തുടങ്ങുന്നത്? ഓം പൂർണ്ണമദ അഥവാ
സംസ്കൃതത്തിൻ്റെ ഉച്ചാരണത്തിൻ്റെ പൂർണ്ണ രൂപത്തിൽ പറഞ്ഞാൽ ഓം പൂർണ്ണമദഃ, അവിടെ 2 വിസർഗം കുത്തുണ്ട്. പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ ഓം ശാന്തി ശാന്തി ശാന്തി. പൂർണ്ണമാദ അത് പൂർണ്ണമാണ്. പൂർണ്ണമിതം ഇതും പൂർണ്ണമാണ്. എന്താണ് അതും ഇതും? അതൊരു ദ്വൈതബോധത്തിൽ അധിഷ്ഠിതമായ ചിന്തയാണ് അവിടെ. ഏതാണ് ആ ദ്വൈതബോധം? അത് എന്നത് ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു. അപ്പം ബ്രഹ്മം എന്ന് നമ്മൾ രൂപകൽപ്പന ചെയ്യുന്ന അല്ലെങ്കിൽ വിഭാവന ചെയ്യുന്ന, സങ്കല്പിക്കുന്ന, അല്ലെ വേദാന്ത സാഹിത്യത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് പൂർണ്ണമാണ്. ശരിക്കും പൂർണ്ണത്തെ ബ്രഹ്മമെന്ന് വിളിക്കാൻ കഴിയുള്ളൂ. അപൂർണമായത് ബ്രഹ്മമാവില്ല, എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ടുള്ളതാണ്. അപ്പോൾ അത് ബ്രഹ്മം അല്ലെങ്കിൽ അത് പൂർണ്ണം. പൂർണ്ണം ഇതം, ഇത് എന്ന് വേദാന്ത ഗ്രന്ഥങ്ങളിൽ വിവക്ഷിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് പ്രാപഞ്ചികതയാണ്. അപ്പം ബ്രഹ്മസത്യവും പൂർണ്ണമാണ്. പ്രാപഞ്ചികതയിൽ നമുക്ക് അനുഭവവേദ്യമാകുന്നതും പൂർണ്ണം തന്നെയാണ് എന്നതാണ് ഈ വാക്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ശാന്തിപാഠത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. പൂർണ്ണമത പൂർണ്ണമിതം എന്ന് പറയുന്നതിൽ പൂർണ്ണാത് പൂർണ്ണമുദച്യത എന്ന് പറഞ്ഞാൽ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം പ്രകടമാവുകയുള്ളൂ അല്ലെങ്കിൽ വെളിപ്പെട്ട് വരികയുള്ളൂ, അല്ലെങ്കിൽ പൂർണ്ണത്തിൽ നിന്നാണ് പൂർണ്ണം വെളിപ്പെട്ട് വരുന്നത്, അങ്ങനെ പറയാം. ഇനി അങ്ങനെ പൂർണ്ണം വെളിപ്പെട്ട് വരുന്ന ആ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തെ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണം തന്നെ ശേഷിക്കും. അതാണ് പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണത്തെ എടുത്തു കഴിഞ്ഞാൽ, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തെ എടുത്തു കഴിഞ്ഞാൽ അവശേഷിക്കുന്നതോ പൂർണ്ണമേവ, പൂർണ്ണം തന്നെയാണ് അവശേഷിക്കുന്നത്. നമുക്കിത് കേൾക്കുമ്പോൾ അങ്ങോട്ട് മനസ്സിലാകുകയില്ല, ഉൾക്കൊള്ളാൻ ഒരല്പം ബുദ്ധിമുട്ട് വരും. ഇതെന്താ ഈ പറയുന്നത് എന്ന് വരെ ചിലപ്പോൾ തോന്നിപ്പോകും. നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കൊരു ഉദാഹരണത്തിലൂടെ അതൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ സാധാരണ ഒരു സ്വർണ്ണക്കട്ടി ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ സ്വർണ്ണക്കട്ടി സ്വർണം കൊണ്ട് പൂരിതമാണ്. അതുകൊണ്ട് സ്വർണത്തിൻ്റെ തലത്തിൽ നിന്ന് പരിശോധിക്കുമ്പോൾ ഈ സ്വർണ്ണക്കട്ടി പൂർണ്ണം തന്നെയാണ്. അങ്ങനെ പൂർണ്ണമായ ഈ സ്വർണ്ണക്കട്ടിയിൽ നിന്ന് കുറേശ്ശെ സ്വർണം മുറിച്ചെടുത്ത് ഓരോ തരം ആഭരണങ്ങളുണ്ടായിരുന്നു. ഓരോ ആഭരണത്തിൻ്റെ ഉപയോഗം വ്യത്യസ്തമാണ്, ആകൃതി വ്യത്യാസമാണ്, തൂക്കം വ്യത്യാസമാണ്, അതെല്ലാം വ്യത്യസ്തമാണ്. പ്രപഞ്ചത്തിലും അങ്ങനെയാണ്. പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എല്ലാം വളരെ വ്യത്യസ്തമാണ്, വൈരുദ്ധ്യങ്ങളുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായ രൂപഭാവങ്ങളുള്ളതാണ് എല്ലാം നമുക്ക് അനുഭവവേദ്യമാവുന്നത്. അപ്പോൾ അതുപോലെ ഈ സ്വർണ്ണക്കട്ടിയിലെ സ്വർണത്തിൻ്റെ പൂരിത അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ അളവ് അല്ലെങ്കിൽ സ്വർണം കലർന്നിരിക്കുന്നത് ഈ ആഭരണങ്ങളിലെല്ലാം വിഭാഗീയമായിട്ടാണോ? അല്ല, പൂർണ്ണമായിട്ടാണ്. എല്ലാ ആഭരണങ്ങളിലും എവിടെ നോക്കിയാലും അതിൽ സ്വർണ്ണമായിരിക്കും. ഇപ്പം 10 ഗ്രാം തൂക്കമുള്ള ഒരു ആഭരണം എടുത്ത് പരിശോധിച്ചാൽ ആ 10 ഗ്രാമിലും നിറഞ്ഞു നിൽക്കുന്ന സ്വർണ്ണമാണ്. 20 ഗ്രാം തൂക്കമുള്ള ഒരു ആഭരണത്തിലും അങ്ങനെ തന്നെയാണ്. ഇനി അത്രയില്ല, 2 ഗ്രാമുള്ള ഒരു ചെറിയ മോതിരമാണ്, അതിലും പൂർണ്ണമായും കാണുന്നത് സ്വർണ്ണമാണ്. ഇങ്ങനെ സ്വർണത്തെ നമുക്ക് വിശകലനം ചെയ്യുമ്പോൾ പൂർണ്ണമത എന്നത് സ്വർണത്തിൻ്റെ കട്ടിയെ ആണ് ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിൽ നിന്ന് പരിശോധിക്കാം. അത് പൂർണ്ണമാണ്, സമ്മതിച്ചു. അതിൽ നിന്നുണ്ടാക്കി ഇപ്പുറത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആഭരണങ്ങളോ അതും പൂർണ്ണമാണ്. എന്താണ് കാരണം? അതിലും സ്വർണം പൂർണ്ണമായി തന്നെ ഉണ്ട്. അപ്പം പൂർണ്ണമായിരിക്കുന്ന അല്ലെങ്കിൽ സ്വർണം കൊണ്ട് പൂർണ്ണമായിരിക്കുന്ന ഒരു കട്ടിയിൽ നിന്ന് മാത്രമേ സ്വർണം കൊണ്ട് പൂർണ്ണമായിരിക്കുന്ന ആഭരണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. പൂർണ്ണാത് പൂർണ്ണമുദച്യത, അത് പൂർണ്ണത്തിൽ നിന്നേ പൂർണ്ണം ഉണ്ടാക്കാൻ കഴിയുള്ളൂ, ബോധിച്ചു വരികയുള്ളൂ, പ്രകടമായി വരികയുള്ളൂ പൂർണ്ണം എന്നുള്ളത് അവിടെ വ്യക്തമാവുകയാണ്. ഇനി അങ്ങനെ സ്വർണ്ണക്കട്ടിയിൽ നിന്ന് സ്വർണം പൂർണ്ണമായ പൂരിതമായ ആഭരണങ്ങൾ പലത് ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് സ്വർണ്ണക്കട്ടിയിൽ മിച്ചം ഇരിപ്പുണ്ട്. ആ മിച്ചം ഇരിക്കുന്നതോ പൂർണ്ണം തന്നെയാണ് അവശേഷിക്കുന്നത്. ശരിയല്ലേ? തീർച്ചയായിട്ടും ശരിയാണ്. എടുത്തെടുത്ത് ആഭരണങ്ങളിൽ പണിത് മാറ്റി വെക്കുമ്പോഴും അതിൽ അവശേഷിക്കുന്നതും സ്വർണം തന്നെയാണ്, സ്വർണം നഷ്ടമാകുന്നില്ല. ഇനി തന്നെ നമുക്ക് അറിവിൻ്റെ തലത്തിൽ നിന്ന് പരിശോധിക്കുമ്പോഴും കണ്ടെത്താൻ കഴിയും.
ഇപ്പോൾ എന്നിലൊരു അറിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരറിവുണ്ട്. ആ അറിവ് പൂർണ്ണമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അത് പൂർണ്ണമായ അവസ്ഥയിലിരിക്കുന്നത് പറഞ്ഞാൽ ആ അറിവ് ശിഷ്യന്മാർക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ മറ്റാർക്കെങ്കിലും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാനോ പകർന്നു കൊടുക്കാനോ ഒക്കെ കഴിയുന്നു. അങ്ങനെ അവർക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്നു. 10 പേർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ 20 പേർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ 100 പേർക്ക് പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ 1000 പേർക്ക് പറഞ്ഞു കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ എത്രയായിരം പേർക്ക് നമ്മളിലുള്ള പൂർണ്ണമായ അറിവ് പറഞ്ഞു കൊടുത്താലും നമ്മളിൽ അവശേഷിക്കുന്നതും ആ പൂർണ്ണമായ അറിവ് തന്നെയല്ലേ? ശരിയല്ലേ? വല്ല ലോഭവും വരുന്നുണ്ടോ? നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ 1000 രൂപ ഉണ്ടായിരുന്നു, അത് 3 പേർക്ക് വീതിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പിന്നെ അവശേഷിക്കുന്നത് എത്രയായിരിക്കും? 100 രൂപ വീതം 3 പേർക്ക് കൊടുത്താൽ 700 രൂപ അവശേഷിക്കുള്ളൂ. അത് കൂടുതൽ കൊടുത്താൽ പിന്നെ അവശേഷിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞു വരും. അതുപോലെയാണോ അറിവ്? അല്ലല്ലോ. അറിവ് എത്ര ആർക്ക് ഉണ്ടെങ്കിലും അത്രയും അറിവ് മറ്റുള്ളവർക്ക് പങ്കുവെച്ചാലും പകർന്നു കൊടുത്താലും ശേഷിക്കുന്നതും അതേ അളവിലുള്ള അറിവ് തന്നെയാണ്. അറിവിനൊരു ലോപവും വരുന്നില്ല. പ്രാപഞ്ചികതയ്ക്ക് നിദാനമായിരിക്കുന്ന ബ്രഹ്മസത്യത്തിൻ്റെ അവസ്ഥ ഇതാണ്. ബ്രഹ്മസത്യത്തിൽ നിന്ന് കോടാനുകോടി ജീവജാലങ്ങളുണ്ടായാലും കോടാനുകോടി നക്ഷത്ര ജ്യോതിർഗോളങ്ങളുണ്ടായാലും പ്രപഞ്ചം അനന്തമായി അതിൽ നിന്ന് നിർഗമിച്ച് നിൽക്കുമ്പോഴും ഈ ബ്രഹ്മത്തിന് യാതൊരു തരത്തിലുള്ള ലോപവും സംഭവിക്കുന്നതല്ല എന്ന് ബ്രഹ്മത്തെ വെളിവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ബ്രഹ്മത്തെ പരാമർശിച്ചുകൊണ്ട് ബ്രഹ്മത്തെ അർത്ഥപൂർണമാക്കുന്ന ഒരു ശാന്തി പാഠമാണ് ഇത് എന്ന് പറയേണ്ടി വരും. അതാണ് ഇവിടെ ചെയ്യുന്നത്. ഈ ശാന്തി പാഠത്തിൻ്റെ സവിശേഷത ഇതാണ്. ഇത് ബ്രഹ്മം ഭിന്നമല്ല, ബ്രഹ്മത്തിൽ നിന്ന് അതീതമായി വേറൊന്നുമില്ല, പൂർണ്ണം ബ്രഹ്മം തന്നെയാണ്. ആ പൂർണ്ണത്തിൽ നിന്ന് നിർഗമിച്ചിട്ടിരിക്കുന്ന ഈ സർവശക്തികളും ആ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രാപഞ്ചികമായി ഉണ്ടായി നിലനിന്ന് വർദ്ധിച്ച് പരിണമിച്ച് ക്ഷയിച്ച് നശിക്കുന്നതായ സർവവും ബ്രഹ്മചൈതന്യത്താൽ പൂരിതമാണ് എന്ന് ആണ് ഈ ശാന്തിപാഠം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് ബ്രഹ്മം എന്ന് പറയുന്നത് എന്നതിലൊരു സംശയം വരാം. നമുക്കതുകൂടി പരിശോധിക്കാം. എന്താണ് ബ്രഹ്മം? ബ്രഹ്മം എന്ന് എല്ലായിടത്തും നമ്മൾ പരാമർശം കേട്ടിട്ടുണ്ട്. ഈ ബ്രഹ്മത്തെ വർണ്ണിക്കുന്നതിന് പല ഉപനിഷത്തുകളും പ്രത്യേകം ഓരോ തരത്തിലുള്ള സംജ്ഞകൾ ഉപയോഗിച്ചിട്ടുള്ളതായി നമുക്കറിയാം. ഇപ്പം പരമ്പൊരുൾ എന്ന് ബ്രഹ്മത്തെ വർണ്ണിക്കുന്നുണ്ട്, പരമേശ്വരൻ എന്ന് ബ്രഹ്മത്തെ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആത്യന്തികമായ സത്യം എന്ന് ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ആത്യന്തികമായി ജ്ഞാനം എന്ന് ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പല രൂപത്തിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ബ്രഹ്മമെന്നും നേരിട്ട് വിശേഷിപ്പിക്കാറുണ്ട്. എന്താണ് ഈ ബ്രഹ്മം? ബൃഹ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ബ്രഹ്മമെന്ന ശബ്ദം നിഷ്പന്നമായിരിക്കുന്നത്, അല്ലെ ഉണ്ടായിട്ടുള്ളത്. വർദ്ധിക്കുക, വളരുക, വികസിക്കുക എന്നെല്ലാമാണ് ബൃഹ് ധാതുവിനർത്ഥം. ബൃംഹതി ഇതി ബ്രഹ്മ എന്ന് പറയും. സകലതുമായി വളരുക, അത് ബ്രഹ്മമാണ്, അല്ലെ സകലതുമായി വളരുന്നത് ബ്രഹ്മം എന്ന അർത്ഥത്തിൽ പറയും. ബൃഹത്തത്വാത് ബ്രഹ്മ എന്ന് പറയാറുണ്ട്. ഏറ്റവും വലുതായതുകൊണ്ട് അത് ബ്രഹ്മം. ബൃംഹണത്വാത്, മറ്റുള്ളവയെ വളർത്തുന്നത് കൊണ്ട് അത് ബ്രഹ്മം. ബൃംഹണത്വാത്, അത് ബ്രഹ്മം എന്നും പറയാറുണ്ട്. ഇങ്ങനെ ബ്രഹ്മത്തിന് കുറേയധികം നിർവചനങ്ങൾ നമുക്ക് ഉപനിഷത്തിൻ്റെ സന്ദർഭങ്ങളിലും അതുപോലുള്ള ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പം ബ്രഹ്മം എന്ന് പറയുന്നത് സർവവുമായി വളർന്ന് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സർവവും എന്നതിൻ്റെ വിവക്ഷയ്ക്കുള്ളിൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും ഭൂമിയും ചന്ദ്രനും അതുപോലെ തന്നെ ഗോളങ്ങളും സൗരയൂഥങ്ങളും കോടാനുകോടി നക്ഷത്രങ്ങളും അനന്തത എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അനന്തമായ അചിന്ത്യമായ ഈ പ്രപഞ്ചമാകെ ഉൾപ്പെടും. അതെല്ലാം ഉണ്ടായി നിലനിന്ന് പരിണമിച്ച് ക്ഷയിച്ച് നശിച്ച് അതിൽ തന്നെ വിലം പ്രാപിക്കുന്നു, ഈ ബ്രഹ്മത്തിൽ തന്നെ. അപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് ഭിന്നമായി യാതൊന്നുമില്ല, ബ്രഹ്മാഭിന്നമാണ് എല്ലാം എന്ന ഒരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഈ ശാന്തി പാഠം നമുക്ക് നൽകുന്നുണ്ട്. ഇപ്പോൾ ബ്രഹ്മത്തെ
അതിൻ്റെ സ്വരൂപ വർണ്ണനകൾ ധാരാളമായി ഭഗവത്ഗീതയിലുണ്ട്, ഉപനിഷത്തുകളിലുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. ആ ബ്രഹ്മത്തിൽ നിന്ന് ഈ പ്രാപഞ്ചികത എങ്ങനെയാണ് ഉണ്ടായിത്തീരുന്നത് അതുകൊണ്ട് നമുക്ക് പരിശോധിക്കാം. ബ്രഹ്മത്തിൽ നിന്ന് പ്രാപഞ്ചികത ഉണ്ടാകുന്നതിന് വേദാന്തം കൽപ്പിച്ചിരിക്കുന്നത്, അതിൻ്റെ കാരണമായി പറയുന്നത് മായയാണ് എന്നാണ്. എന്താണ് യഥാർത്ഥത്തിൽ മായ? മായ ഇല്ലാത്തതാണ്. ഒരു ശക്തിവിശേഷം എന്ന് വേണേൽ മായയെ വിശേഷിപ്പിക്കാം. ബ്രഹ്മത്തിൻ്റെ തനതായ ഒരു ശക്തിവിശേഷം എന്ന് വിശേഷിപ്പിക്കാം. ആ ശക്തിവിശേഷം ബ്രഹ്മത്തിനുള്ളത് കൊണ്ടാണ് ഈ കാണായതെല്ലാം ദൃശ്യമായി നമുക്ക് അനുഭവവേദ്യമാകുന്നത്. നമ്മൾ ആ മായയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് ആ മായയിൽ ബന്ധിതമായിട്ടുള്ള ചിന്തയും മായയിൽ നിന്ന് വിമോചിതമായിട്ടുള്ള ഭാവനകളും ക്ഷിപ്രസാധ്യമല്ല. അങ്ങനെ മായാബന്ധിതമായ ഭാവനയിൽ നിന്ന് അതീതമാവുമ്പോൾ ബ്രഹ്മസായുജ്യാവസ്ഥയിൽ നമ്മൾ യോഗികളായി, ഋഷീശ്വരന്മാരായി, ഈശ്വരതുല്യന്മാരായി മാറും. അപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മായാബന്ധിതമായിട്ടുള്ള രൂപഭാവങ്ങളും ചിന്തകളും മാത്രമേ ഉണരുകയുള്ളൂ. അതിൻ്റെ പരിധിയിൽ നിൽക്കാൻ കഴിയുകയുള്ളൂ. ആ മായയ്ക്ക് അതീതമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ഒരു വെളിമ്പ്രദേശത്ത് പോയി നിന്നാണ് പ്രത്യേകം. അങ്ങനെ വെളിമ്പ്രദേശത്ത് പോയി നിന്ന് നോക്കിയാൽ ചുറ്റും നമ്മൾ കാണുന്നത് ഭൂമിയും ആകാശവും തമ്മിൽ മുട്ടി നിൽക്കുന്ന ചക്രവാളമാണ്. യഥാർത്ഥത്തിൽ ചക്രവാളമുണ്ടോ? ഭൂമിയും ആകാശവും തമ്മിൽ മുട്ടുന്നുണ്ടോ? ഇല്ല. നമ്മൾ തെളിഞ്ഞ ഒരു പകല് അവിടെ നിന്നുകൊണ്ട് മുകളിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്നത് നീലാകാശമാണ്. എന്താണ് നീലാകാശം? അവിടെ അങ്ങനെ ഒരു നീല നിറമോ മേൽക്കെട്ടിയോ ഉണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ഇല്ലാതെ മായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെ ഇല്ല, അനിലും കല്ലാഴിയും കനലും അല്ലാതെ ശൂന്യം അതുമെല്ലാം ഒരാദ്യം അറിവാമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ ജനനിയും നവരത്ന മഞ്ജരിയിൽ എഴുതി വെച്ചിട്ടുള്ളത്. എല്ലാ ഋഷീശ്വരന്മാരും മായയെ ഇങ്ങനെ പലതരത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ഇപ്പോൾ വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ മായയെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: സന്നാപ്യ സന്നാപ്യുഭയാത്മികാനോ ഭിന്നാപ്യ ഭിന്നാഭ്യുഭയാത്മികാനോ സാങ്കാപ്യ അനങ്കാപ്യുഭയാത്മികാനേ കാനോ മഹാത്ഭുത അനിർവചനീയ രൂപ എന്നാണ്. ഈ മായ സത്വമല്ല, അസത്വമല്ല, സദാത്മകമല്ല. സത്ത് അസത്ത് ഇത് രണ്ടും ചേരുന്നതാണ്. അത് ബ്രഹ്മത്തിൽ നിന്നും ഭിന്നവുമല്ല, അഭിന്നവുമല്ല, ഭിന്നാഭിന്നവുമല്ല. അത് സാംഗവുമല്ല, അനംഗവുമല്ല. എന്ന് പറഞ്ഞാൽ അംഗമുള്ളതും അംഗമില്ലാത്തതും. സാങ്കാനംഗവുമല്ല, അംഗമുള്ളതും അംഗമില്ലാത്തതും കൂടിക്കലർന്ന തരത്തിലുള്ളതും അല്ല. അതിൻ്റെ രൂപം വർണ്ണിക്കാനാവില്ല. അചിന്ത്യമാണ് അതിനെ സംബന്ധിക്കുന്നത്. അത് മഹാത്ഭുതമാണ്, അനിർവചനീയമാണ്, അത് ആശ്ചര്യരൂപമാണ്. ഇങ്ങനെയാണ് വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ ഈ മായയെ വർണ്ണിച്ചിട്ടുള്ളത്. മായാദർശനം എന്ന ഗുരുവിൻ്റെ കൃതിയിൽ, ദർശനമാല എന്ന കൃതിയിൽ ഗുരു മായാദർശനത്തിൽ ന വിദ്യതേ യാസാ മായ എന്നാണ് എഴുതി വച്ചിട്ടുള്ളത്. ഭഗവത്ഗീതയിലാണെങ്കിൽ ഇപ്രകാരം പറയുന്നുണ്ട്: മായ എന്നത് മനുഷ്യനെ സംബന്ധിച്ച് അചിന്ത്യമാണ്, മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. എന്നാൽ അത് ഉള്ളതാണോ എന്ന് ചോദിച്ചാൽ ഇല്ലാത്തതാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ ആ മായയുടെ ബാധയിൽ നിന്ന്, അല്ലെങ്കിൽ മായയുടെ പരിധിക്കുള്ളിൽ നിന്ന് വിമോചിതമായി ഒരു സാധാരണ മനുഷ്യന് നിൽക്കാൻ കഴിയുന്നതുമല്ല. അല്പജ്ഞാനത്തിൻ്റെ ഉദാത്തത്തിലേക്ക് ഉയർന്നാൽ പോലും മായാബന്ധിതമായിട്ട് ഈ പ്രപഞ്ചത്തെ കാണാൻ കഴിയുകയുള്ളൂ എന്ന തരത്തിൽ ഗീതയിൽ അതിനെക്കുറിച്ച് വീണ്ടും പരാമർശിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇങ്ങനെ ഈ മായ കാരണം, അല്ലെങ്കിൽ മായയാൽ, മായയുടെ പരിധിക്കുള്ളിൽ ജീവിക്കുന്നത് കൊണ്ട് ആണ് മനുഷ്യനെ സംബന്ധിച്ച് സത്യസാക്ഷാത്കാരം നേടുക എന്നത് ക്ഷിപ്രസാധ്യമല്ലാത്തത്. എന്നാൽ അതിനുവേണ്ടി പരിശ്രമിച്ച് അതിനുവേണ്ടി ജീവിതം മാറ്റിവെക്കുന്നവർക്ക് നേടാൻ കഴിയുന്ന തരത്തിലാണ് അതിനെ സംബന്ധിച്ച് വേദാന്ത കൃതികളൊക്കെ പരാമർശിക്കുന്നത്. വേദോപനിഷത്തുകളിലൊക്കെ അത്തരം പരാമർശങ്ങളുണ്ട്. അപ്പോൾ അതെന്തുമാവട്ടെ, ഇവിടെ അതും ബ്രഹ്മം ഇതും ബ്രഹ്മം എന്ന് പറയുന്നിടത്ത് ആ പൂർണ്ണതയെ പ്രാപഞ്ചികതയിൽ നിൽക്കുന്നതിനും കൂടി ബാധകമാകുന്ന തരത്തിൽ ഈ ശാന്തിപാഠം നമ്മെ പഠിപ്പിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ബ്രഹ്മസ്വരൂപത്തെക്കുറിച്ച് ഞാൻ ആദ്യം സൂചിപ്പിച്ചു.
അതിനെക്കുറിച്ച് നിർദ്ദേശിക്കുമ്പോൾ ഓം തത് സത് എന്ന് 3 തരത്തിൽ ബ്രഹ്മത്തെ വേദാന്ത കൃതികളിലൊക്കെ പരാമർശിക്കുന്നുണ്ട്. ആ സന്ദർഭം അനുസരിച്ച് മാറ്റം വരും. തത് എന്ന് പറയുന്നത് ബ്രഹ്മം, സത് എന്ന് പറയുന്നത് സത്തായി ബ്രഹ്മത്തെ കാണും, അപ്പോൾ സത്തായിട്ടും പറയാം. അതുപോലെ തന്നെ ചിത്തായും ബ്രഹ്മത്തെ കാണും. സത്ത്, ചിത്ത്, ആനന്ദം എന്ന് 3ആയും ബ്രഹ്മത്തെ കാണും. ആനന്ദമായി ബാഹ്യമായി നമ്മൾ പ്രാപഞ്ചികതയിൽ കാണുന്നതിനൊക്കെയാണ് മനുഷ്യൻ്റെ ഒരു സങ്കല്പത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ആനന്ദരൂപമായി ബ്രഹ്മത്തെ കാണുന്ന എന്ന് വിവക്ഷിക്കുന്നത്. സത്തായി കാണുന്നതിൻ്റെ എല്ലാം മൂലകാരണമായി നിൽക്കുന്ന ബ്രഹ്മം എന്ന അർത്ഥത്തിൽ. ചിത്തായി കാണുന്നത് ബ്രഹ്മത്തിന് ഒരു രൂപഭാവമില്ലാത്തതാണ് എന്നതുകൊണ്ട് അത് ചിത്ഖനമായിട്ട് മാത്രമേ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്ന ദാർശനികതയുടെ ഉദാത്തതയിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് ചിത്ഖനമായി കാണുന്നത്. അപ്പോൾ സത്തും ചിത്തും ആനന്ദമായും ബ്രഹ്മത്തെ കാണുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ സത്തായി കണ്ടാലും ചിത്തായി കണ്ടാലും ആനന്ദമായി കണ്ടാലും ബ്രഹ്മത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല. അപ്പം പൂർണ്ണമാണ് ബ്രഹ്മം. ആ പൂർണ്ണത്തിൽ നിന്ന് എന്തെല്ലാം എടുക്കപ്പെട്ടാലും ബ്രഹ്മത്തിന് യാതൊരു മാറ്റവും സംഭവിക്കാതെ ബ്രഹ്മം നിലനിൽക്കും. അത് ഈശോവാസി ഉപനിഷത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: തദ്ദേജതി തന്നൈജതി തദ്ദൂരെ തദന്തികെ തദന്തരസ്യ സർവസ്യ തത് സർവസ്യാസ്യ ബാഹ്യത. കണ്ടോ, ബ്രഹ്മം ഏതാണ്? അത് ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. തദ്ദേജതി, അതൊരിക്കലും ചതിക്കാത്തതാണ്. തന്നൈജതി, അത് ന ഏജതി, അതാണ് തന്നൈജതി എന്നത്. അത് വളരെ ദൂരത്തിലാണ്. തത് ദൂരെ, അത് ഏറ്റവും അടുത്താണ്. തത് അന്തികേ, അത് അന്തികത്തിലാണ്, അടുത്താണ്. തത് അന്തരസ്യ സർവസ്യ, അത് സകലതിൻ്റെയും ഉള്ളിലുള്ളതാണ്. അതുപോലെ തന്നെ തത് സർവസ്യാസ്യ ബാഹ്യത, അത് സർവത്തിൻ്റെയും വെളിയിലും ഉള്ളതാണ്. അങ്ങനെ ഈ ബ്രഹ്മത്തെ വർണ്ണിക്കുന്നുണ്ട്. ഇനി അതിനെ പരമാത്മാവായി കാണുമ്പോൾ, ബ്രഹ്മത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, പരമാത്മ ചൈതന്യമായും കാണുന്ന രീതി സമ്പ്രദായം ഈ ആർഷ സംസ്കൃതിയിലുണ്ട് എന്ന്. അതിനെ പരമാത്മാവായി കണ്ടുകൊണ്ട് ഭഗവത്ഗീതയിൽ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നജൈനം ക്ലേദയന്തി ആപോ ന ശോഷയതി മാരുത എന്നാണ്. നൈനം ചിന്തന്തി ശസ്ത്രാണി, അതായത് ആയുധങ്ങൾക്ക്, അസ്ത്രശസ്ത്രങ്ങൾക്ക് ചീന്താൻ കഴിയാത്ത അല്ലെ മുറിക്കാൻ കഴിയാത്തതാണ് ഈ പരമ്പൊരുൾ, പരമാത്മാവ്. നൈനം ദഹതി പാവക, അഗ്നിക്ക് ദഹിപ്പിക്കാൻ കഴിയാത്തതാണ് ഈ പരമ്പൊരുൾ. നജൈനം ക്ലേദയന്തിയാവോ, ആപ അഥവാ ജലം, ജലത്തിന് നനയ്ക്കാൻ കഴിയാത്തതാണ് ഈ പരമാത്മ ചൈതന്യം അഥവാ ബ്രഹ്മചൈതന്യം തന്നെ. ന ശോഷയതി മാരുത, കാറ്റിന് ശോഷിപ്പിക്കാൻ കഴിയാത്തതാണ് ഈ ആത്മചൈതന്യം അഥവാ ബ്രഹ്മം. അങ്ങനെ ബ്രഹ്മത്തെ പല തരത്തിൽ ഓരോ സന്ദർഭത്തിനനുസരിച്ച് വർണ്ണിക്കുന്നു. കാരണം ബ്രഹ്മമാണ് സർവ്വതുമായി ഇങ്ങനെ വികാസം പ്രാപിച്ച് ഭാവരൂപങ്ങളായി നിലനിൽക്കുന്നത് എന്നാണ് വേദാന്തം യഥാർത്ഥത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാവരൂപങ്ങളായി തിരിഞ്ഞു നിൽക്കുന്ന പലത് ബ്രഹ്മം തന്നെയാണ് എന്നതുകൊണ്ട് ദ്വൈതം എന്നത് ഒരു സങ്കല്പം മാത്രമാണ്, യഥാർത്ഥത്തിലുള്ളത് അദ്വൈതമാണ്. ഈ കാഴ്ചപ്പാടായിരുന്നു ശങ്കരാചാര്യർ വേദാന്തം അല്ലെങ്കിൽ അദ്വൈത വേദാന്തം നമുക്ക് വേണ്ടി അവതരിപ്പിക്കുമ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ ആധുനിക കാലഘട്ടത്തിൽ ഋഷിയായിരുന്ന ഗുരുദേവൻ ആധ്യാത്മികതയുടെ പാഠങ്ങൾ നമുക്ക് നൽകുമ്പോഴും അതിലെല്ലാം ഈ അദ്വൈതത്തെ സംബന്ധിക്കുന്ന പരാമർശമാണ്. അദ്വൈതത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടും അഥവാ അദ്വൈതമാണ് ശരി എന്ന് അംഗീകരിച്ചുകൊണ്ടുമാണ് ഗുരുദേവൻ്റെ ആധ്യാത്മിക കൃതികളെല്ലാം, ദാർശനിക കൃതികളെല്ലാം വിരചിക്കപ്പെട്ടിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ശാന്തിപാഠം നമുക്ക് പ്രയോജനപ്രദമാണ് എന്ന് മാത്രമല്ല അത് അർത്ഥപൂർണം കൂടിയാണ്. അപ്പം ഈ അർത്ഥപൂർണമായ ഈ ശാന്തിപാഠം നമ്മൾ വീടുകളിൽ പ്രാർത്ഥന ചെല്ലുമ്പോഴും ആരംഭത്തിൽ ഇത് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥന ആരംഭിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥന തുടങ്ങാം. നമ്മുടെ പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോഴും ഈ ശാന്തിപാഠം ചൊല്ലിക്കൊണ്ട് ചെല്ലാം. വളരെ ലഘുവായ വാക്കുകൾ കൊണ്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ശാന്തിപാഠമായതുകൊണ്ടാണ് ഇത് പൂർണ്ണമായും നമുക്ക് എല്ലായിടത്തും ഉപയോഗിക്കാം എന്ന് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ, വിവാഹാദി ചടങ്ങുകൾ അല്ലെങ്കിൽ ഒരു മംഗളകർമ്മം നമ്മുടെ വീടുകളിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ എവിടെയും ഈ ശാന്തിപാഠം ചൊല്ലാവുന്നതാണ്.
അതിനൊരു പ്രത്യേകത അല്ലെങ്കിൽ വിവേചനം അത് മാറ്റി നിർത്തേണ്ട, ഇന്നിടത്തെ പറ്റൂ ഇന്നിടത്ത് പറ്റുകയില്ല എന്നൊന്നും മാറ്റി നിർത്തേണ്ട കാര്യമില്ല. ഉപനിഷത്തിലെ ശാന്തിപാഠം ഇത് പൂർണ്ണമായും ബ്രഹ്മത്തെ പ്രതിനിധാനം ചെയ്യുന്നതായതുകൊണ്ടാണ്. ഇപ്പം സഹനാവപുതു സഹനവ് പുനക്തു സഹവീര്യം കരവാവഹി എന്ന് തുടങ്ങുന്നതും മോശമായ ശാന്തിപാഠമാണ് എന്നല്ല ഞാൻ പറയുന്നതിനർത്ഥം. അതിൻ്റെ അർത്ഥപരിമിതിയിൽ നിന്നെല്ലാം മാറി അർത്ഥപൂർണതയിലേക്ക് ഒരുവൻ്റെ മനസ്സിനെ എത്തിക്കുന്ന, അല്ലെങ്കിൽ അർത്ഥപൂർണമായ രൂപഭാവങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെത്താൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ഈ ഓം പൂർണ്ണമദ പൂർണ്ണമിദം എന്ന് തുടങ്ങുന്ന ശാന്തിപാഠം എന്നത് മാത്രമേ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. അപ്പോൾ അത്തരം ശാന്തിപാഠങ്ങൾ നമുക്ക് ചെല്ലാൻ കഴിയണം. അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കണം. നമ്മുടെ മനസ്സിനെ നിർമ്മലമാക്കുന്ന പ്രക്രിയ ഈ ശാന്തിപാഠ ആലാപനത്തിലൂടെ അല്ലെങ്കിൽ ശാന്തി മന്ത്രം ചൊല്ലുന്നതിലൂടെ ഉണ്ടാവും. അത് നമ്മുടെ ആന്തരികമായ ശുദ്ധിക്ക് വളരെ ഹേതുഭൂതമായി തീരും. അതുകൂടി ഉദ്ദേശിച്ചാണ് ശിഷ്യന്മാരും ഗുരുവും ചേർന്ന് എല്ലാ ദിവസവും ഈ ഉപനിഷത്ത് പഠിക്കുന്ന അത്രയും കാലം ഇത് ചൊല്ലുന്ന രീതി പണ്ട് മുതലേ അവലംബിച്ചു വന്നത്. എന്തുകൊണ്ടും നമുക്കും ആ രീതി സ്വീകരിക്കാവുന്നതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ അർത്ഥതലങ്ങൾ പൂർണ്ണമായി വെളിവാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഏകദേശം ആളുകൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഈ ശാന്തിപാഠത്തെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞു എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.